വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനവും ഉപയോഗവും അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമ സംഭവങ്ങളും വിലയിരുത്തുന്നതിനും പരിഹാരം കാണുന്നതിനുമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ജാഗ്രതാ സമിതികൾ പഞ്ചായത്ത് തലത്തിൽ ICDSക്ക് ചുമതല വഹിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ ഓരോ അംഗൻവാടി ടീച്ചർമാരെയും ചുമതലപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ ആ ജാഗ്രതാ സമിതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർഡിലെ ഏറ്റവും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അംഗൻവാടി ടീച്ചർമാർക്കുള്ള ജാഗ്രതാ സമിതിയുടെ ക്ലാസ്സാണ്. മുൻപിൽ ഒരു നിര കസേര കിടന്നു, ആരും അങ്ങോട്ട് കയറി വന്നിരുന്നില്ല. ഇപ്പോൾ ആരാണ് മുന്നിൽ? എന്തുകൊണ്ടാണ് വനിതകൾ ഇരിപ്പിടത്തിൻ്റെ കാര്യത്തിൽ പോലും ആ ഒരു നമുക്ക് സമൂഹത്തിൽ മുന്നോട്ട് വരുവാനായിട്ട് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോൾ ഒരു പൊതുവേദിയിൽ പോലും ഒരു കസേരയിൽ കടന്നിരിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ബോധം അനുവദിക്കുന്നില്ല. ആരോ എന്തോ അല്ലെങ്കിൽ എന്തോ ഒരു അപകർഷതാബോധമോ അല്ലെങ്കിൽ എന്തോ ഇത് പൊതുവെ നിങ്ങളൊരു പൊതുവേദി സന്ദർശിച്ചാൽ മതി, മുന്നിലേക്ക് ആരും കയറി വന്നിരിക്കുകയില്ല. പ്രത്യേകിച്ച് വനിതകൾ ഒരു സീറ്റ് ഇട്ടേ ഇരിക്കുകയുള്ളൂ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമി തോമസ്, ലിസി ജിജി, ഷീബ ദിഫൈൻ, ജിനീഷ് മുഹമ്മദ്, ബെന്നി ചേറ്റുകുഴി, സിനിമോൾ തടത്തിൽ, PN രാജേഷ്, KN സോമരാജൻ, സുലോചന സുരേഷ്, ബിൻസി മാനുവൽ, ICDS സൂപ്പർവൈസർ നിമ്മി ജോർജ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സേതുലക്ഷ്മി ലഹരിയുടെ വിപത്തുകളെപ്പറ്റി ക്ലാസുകളും നയിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.